എന്നിട്ടോ മനസ്സിലുള്ളത് അറിയുന്ന മഹാന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലുള്ള മനുഷ്യന്മാരെ മനസ്സിലുള്ള 100 കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്ത എത്രയെത്ര സംഭവങ്ങൾ ബുഖാരിയിലുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ മുസ്ലിമിലുണ്ട്. പക്ഷേ മൗലവി മോചനത്തിന്റെ പേര് CD ഇറക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് കുഫ്റിലേക്ക് മോചനം കൊണ്ടുവരുന്നു. സലഫി പറയുന്നു, ശരിക്ക് കേട്ടോ, ഒരിക്കലെങ്കിലും മനുഷ്യന്മാരെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് മുഹമ്മദ് നബി അവകാശപ്പെട്ടിട്ടില്ല. എന്നിട്ട് അയാൾ പറയാണ്, അത് നബിക്ക് അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല, നബിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം, ഒന്ന് ശരിക്ക് കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ കുപ്പിയാകത്തുള്ള അങ്ങനെ നമ്മൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് പാടാറുണ്ടല്ലോ. അത് ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്താണത്? നബിക്കറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്ന് മെല്ലെ അങ്ങ് ഷാർജയിലേക്ക് പോയിട്ട് മുഹീദ്ദീൻമാരമല്ലേ മുമ്പ് ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കിയത്, അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിനുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാർ ഇയാളെ CD കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നും കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ 1 മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു 2-3 ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സത്യം ചെയ്ത് പറയാണ്. കാരണം സലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞ് സത്യമിട്ട് പറയാണ്, ഫവല്ലാഹി അല്ലാഹ് തന്നെയാണ് സത്യം, മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും, നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. വലാ റുകൂഉകും, നിങ്ങൾ കുനിയുമ്പോൾ റുകൂഉ ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഇന്നി ലറാകും വറായി ദഹ്രി, ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ റുകൂഉ ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്നാൽ ഇതൊക്കെ സഹോദരന്മാരെ ബുഖാരിയിലുള്ള ഹദീസുകളാണ്. പക്ഷെ ഒരു ബുഖാരി നമ്മളെ സലഫി അംഗീകരിക്കില്ല, ഒരു ഖുർആനും അവർ അംഗീകരിക്കില്ല. അവർ അല്ലാഹുവിന്റെ ദീനിൽ അതാ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിസ്സാരപ്പെടുത്തുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. എന്നാ സഹോദരന്മാരെ ഇനിയും എത്രയുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു പശു സംസാരിച്ചു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ബഖറത്തുൻ തതകല്ലമു, പശു സംസാരിക്കുമോ? പശു സംസാരിക്കുമോ? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഉമിനു ബിദാലിക, ഞാൻ അതുകൊണ്ട് ഈമാൻ കൊണ്ടു. അബൂബക്കർ ഉമറും ഈമാൻ കൊണ്ടിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിലുള്ള വിശ്വാസം
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്. ബുഖാരിയുടെ 3663 നമ്പർ ഹദീസ്. ഇങ്ങനെ ഇനിയും എത്രയുണ്ട് പറയാൻ. മൗലവി പറയുന്ന മനസ്സിലുള്ള പറയാൻ എനിക്ക് കഴിയില്ല പോൽ.